ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തില് ഇതുവരെയായിട്ടും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിവരമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. എന്താണ് ഇപ്പൊ പറയേണ്ടതെന്ന് അറിയില്ല. ഇപ്പൊ മലപ്പുറം ജില്ല പെരിന്തൽമണ്ണയിൽ ഒരു കുട്ടി തൂങ്ങി മരിച്ചില്ലേ, റിംഷാന. ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. പെൺകുഞ്ഞെന്ന പേര്, സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേര്, സൗന്ദര്യമില്ലായ്മ, അതില്ലായ്മ, എല്ലാ വിദേശയില്ല, എന്തൊക്കെ പറയാൻ പറ്റുമോ അതിനൊക്കെ പറഞ്ഞ് ആ കൊച്ചിനെ കൊന്നുകളഞ്ഞു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഫ്രണ്ട്സ്, ഇതൊന്നും അല്ല ഒന്നിന്റെ അടിസ്ഥാനം. സ്നേഹമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. നിങ്ങളൊന്നും മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാത്തത്? ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മള് എന്താ പറയാ, ദുബായിലുള്ള സിസ്റ്റം ഇങ്ങോട്ട് വരണം. എന്നാലേ ഇവിടെയുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാതിരിക്കാനുള്ള ടെൻഡൻസി വരികയുള്ളൂ. എന്താണ് പറയേണ്ടത്? പറയാൻ വാക്കുകളൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് അവിടെ സ്ത്രീധനം എടുത്തു, അത് കുറഞ്ഞു പോയെന്ന പേരിലും അതിനെ കൊണ്ട് ഓരോ അടുക്കളപ്പണിയും, ഗാർഹിക പീഡനം, ഗാർഹിക പീഡനം. അപ്പൊ പറയുമ്പോ തന്നെ എനിക്ക് എന്റെ വാക്കുകൾ ഇടറി പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ സത്യത്തിൽ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല, സത്യമാണ്. അതുകൊണ്ട് എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും അനുഭവിച്ച ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അവള് തൂങ്ങി മരിക്കണമെങ്കിൽ അവളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ഫ്രണ്ട്സ്. എത്രമാത്രം വേദന സഹിച്ച കുഞ്ഞുങ്ങളെ പോലും അവൾക്ക് നോക്കാൻ പറ്റാത്ത രീതിയിൽ അവള് പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചു കാണും. കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ ഭർത്താവ് നല്ല സ്നേഹത്തോടെ വരും. ഏതൊരു പെണ്ണും കല്യാണം കഴിക്കുന്ന എന്ത് വിശ്വാസത്തില? നമ്മളെ സ്നേഹിക്കാൻ ഒരാള്, നമ്മുടെ കൂടെ എപ്പോഴും ഒരാള്, എല്ലാ കാര്യത്തിലും, സങ്കടത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കാൻ ഒരാള്. അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുന്നത്? അങ്ങനെയല്ലേ ഓരോ പെൺകുട്ടിയും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. റംഷിനിക്ക് അതേപോലൊരു അബദ്ധം പറ്റി, അവരുടെ അച്ഛനും അമ്മയ്ക്കും അതേപോലെ അബദ്ധം പറ്റി. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഗൈസ്. ആദ്യത്തെ കുട്ടി പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ്, അതും റിംഷാനന്റെ തെറ്റുകൊണ്ടാണ് പെൺകുഞ്ഞായത്. അത് കഴിഞ്ഞ് രണ്ടാമതും ഒരു പെൺകുഞ്ഞ് ജനിച്ചു, അതും റിംഷാനനെ കെട്ടിയത് കൊണ്ടാണ് പെൺകുഞ്ഞായത്. ഇത്രയും വിവരമില്ലാത്തൊരു വർഗം വേറെ ഇല്ല. ഈ കുട്ടികൾ ഉണ്ടാവുന്നത് തന്നെ ഇല്ലാത്തവർ എത്രയോ പേരുണ്ട്. കുഞ്ഞുങ്ങളോ ഇല്ലാത്തവർ എത്രയോ പേരുണ്ട്. അതൊന്നുമല്ല നോക്കുന്നത്. പെൺകുഞ്ഞ് പാടില്ല, ആൺകുഞ്ഞ് തന്നെ വേണം. അതൊക്കെ നമ്മളാണോ, മനുഷ്യരാണോ തീരുമാനിക്കുന്നത്? മനുഷ്യരല്ല തീരുമാനിക്കുന്നത്. അതൊക്കെ ദൈവത്തിന്റെ കരങ്ങളില. ഒരാൾക്കൊരു കുഞ്ഞു വേണമെങ്കിൽ അത് ദൈവം തരേണ്ടതാണ്. നമ്മളൊന്നും വാക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് ദൈവത്തിന്റെ തീരുമാനമാണ്. എന്താ പറയാ, ഓരോരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പേടിയാണ്. എന്റെ കുഞ്ഞും ഇതേപോലെ ആണ്, ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അവളെ വളർന്നു വരുമ്പോൾ എനിക്കും പേടിയാ തോന്നുന്നത്. ഇങ്ങനെ ഒരു സമൂഹത്തിലല്ല എന്റെ കുഞ്ഞും. ദൈവമേ, അവൾക്ക് ഇതേപോലെ ആകുമോ എന്നുള്ള ചിന്ത എനിക്കും ഉണ്ട്. എനിക്കും പേടിയാവുന്നുണ്ട്. എത്ര പേരാ ഇങ്ങനെ മരിക്കുന്നത്? ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വരണം. മാറ്റം വരണമെങ്കിൽ സ്ത്രീകൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. എന്ത് ഇത് വന്നാലും, എന്താണ് ഭർത്താവിന്റെ വീട്ടില് എന്ത് ഇത് ഉണ്ടായാലും എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുകാരോട് പറയണം. നമുക്ക് എന്താണ് ഇഷ്ടമില്ലാത്ത രീതിയിൽ, നമ്മളെ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കുക. അതും പോരാഞ്ഞിട്ട് നമ്മുടെ സമൂഹം നമ്മുടെ ശരീരത്തോടുക, അതും പോരാഞ്ഞിട്ട് നമ്മളെ ഗാർഹികമായിട്ട് പീഡിപ്പിക്കുക. ഇതിനൊക്കെ ഇപ്പൊ കേസുണ്ട്.
എന്ത് ചെയ്താലും ഇപ്പൊ ഒരു അടിക്കാൻ പോലും പാടില്ല സ്ത്രീയെ. അങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തിൽ എത്രയോ നിയമങ്ങളുണ്ട്, എന്നിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്നു പറയുമ്പോൾ വളരെ ലജ്ജാവം തോന്നുവാണ്. ഇതെന്തായാലും ഈ സിസ്റ്റത്തിന് എന്തായാലും ഒരു മാറ്റം വരണം. അതിന് നമ്മൾ മുൻകൈ എടുത്തേ പറ്റുള്ളൂ. താങ്ക് യു.